രാമായണ മാസം സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമായി നാം ആചരിക്കുന്നത് പ്രാർത്ഥനാപൂർവമാണ്. രാമായണം വായിക്കുക, കേൾക്കുക, രാമായണ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുക, ഇതൊക്കെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രീ മഹാരാമായണം രാമായണ മാസത്തിൽ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ശ്രീ BS ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ മഹാരാമായണം സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ഇത് രാമായണ കഥയല്ല, ശ്രീരാമചരിതമാണ്. ഗദ്യരൂപത്തിൽ തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കെത്തുന്നു ശബ്ദചിത്രമായി. ഭക്തിയുടെ വാതിലുകൾ മലർക്കെ തുറന്നുകൊണ്ട് ജയരാമ മന്ത്രം എല്ലാ ഹൃദയങ്ങളിലും സദാ മുഴങ്ങട്ടെ. സത്യം, ധർമ്മം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സഹവർത്തിത്വം, സാഹോദര്യം, ഇവയൊക്കെയാണല്ലോ രാമായണം ലക്ഷ്യമാക്കുന്നത്. അതുതന്നെയാണ് ഈ മഹൽ ഗ്രന്ഥം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. 9 അധ്യായങ്ങളിലൂടെ. ശ്രീ മഹാരാമായണം അധ്യായം 8 യുദ്ധകാന്ഡം. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ശ്രീരാമദേവനാണെന്നറിഞ്ഞ അണ്ണാറക്കണ്ണൻ്റെ മിഴികൾ ഭക്തിയാൽ നിറഞ്ഞൊഴുകി. കൊച്ചു ചുണ്ടുകൾ വിറച്ചു. ആനന്ദാത്ഭുത ഭക്തികളോടെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അണ്ണാറക്കണ്ണൻ ശ്രീരാമദേവനെ തൊഴുതു നമസ്കരിച്ചു. പിൻകാലുകളിൽ ഉയർന്നു നിന്ന് തന്നെ ഭക്തിയോടെ തൊഴുന്ന അണ്ണാറക്കണ്ണനെ ശ്രീരാമദേവൻ തൻ്റെ കരപങ്കജങ്ങളാൽ കോരിയെടുത്ത് വാത്സല്യത്തോടെ അതിൻ്റെ പുറത്തു തലോടി. ശ്രീരാമദേവനും അന്നേരം വികാരഭരിതനായിരുന്നു. ഈ രംഗങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്ന ഹനുമാന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ശ്രീരാമൻ തലോടിയതോടെ അണ്ണാറക്കണ്ണൻ്റെ പുറത്ത് 3 വരകൾ പ്രത്യക്ഷമായി. ഇപ്പോഴും അണ്ണാറക്കണ്ണനുമേൽ കാണാവുന്ന 3 വരകൾ ശ്രീരാമദേവൻ്റെ വിരൽ സ്പർശമേറ്റുണ്ടായതാണ്. ചിറ നിർമ്മാണം തുടങ്ങി 3-ാം ദിനത്തിൽ 21 യോജന ദൈർഘ്യത്തിൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 4-ാം ദിനത്തിൽ 22 യോജനയും 5-ാം ദിനത്തിൽ 23 യോജനയും പൂർത്തിയായതോടെ ചിറ ലങ്കയിൽ ചെന്നുമുട്ടി. 5 നാൾ കൊണ്ട് 100 യോജന ദൂരത്തിൽ സേതു നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവരും അതിയായി ആഹ്ലാദിച്ചു. ഹനുമാൻ വാനരശ്രേഷ്ഠർക്കൊപ്പം തുള്ളിച്ചാടി. വിഭീഷണനും ലക്ഷ്മണനും കൈകൾ കൂപ്പി ശ്രീരാമസ്തുതി നടത്തി. ഹനുമാൻ പറഞ്ഞു, എല്ലാം ശ്രീരാമദേവൻ്റെ അനുഗ്രഹം. ലങ്കയിലേക്കുള്ള ചിറയുടെ നിർമ്മാണം പൂർത്തിയായ വിവരം അറിയിക്കുവാനായി സുഗ്രീവനും ഹനുമാനും അംഗദനും ധൃതിയിൽ ശ്രീരാമസന്നിധിയിലെത്തി. അവരെ ദർശിച്ചയുടൻ തന്നെ ശ്രീരാമൻ ആരാഞ്ഞു, ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു അല്ലേ? സന്തോഷം. നിങ്ങളുടെ ആത്മാർത്ഥതയിലും ശുഷ്കാന്തിയിലും നാം തികച്ചും സംപ്രീതനാണ്. നന്മയുണ്ടാവട്ടെ. ശ്രീരാമൻ്റെ പ്രശംസാവാക്കുകൾ ശ്രവിച്ച അവരുടെ മുഖങ്ങളിൽ കൃതകാമത്തിളക്കം. ലങ്കയിലേക്കുള്ള മാർഗം തെളിഞ്ഞതോടെ ശ്രീരാമന് ലങ്കയുടെ സ്ഥിതിയൊന്നു കാണണമെന്ന മോഹമുദിച്ചു. ലങ്കയ്ക്ക് സമീപമുള്ള സുബേലാജലത്തിനു മുകളിൽ നിന്നാൽ ലങ്കാപുരി നല്ലവണ്ണം കാണാനാവും.
ശ്രീരാമൻ ലക്ഷ്മണനുമൊത്ത് സുബേല പർവ്വതത്തിലേക്ക് തിരിച്ചു. ഹനുമാന്റെ തോളിലേറി ശ്രീരാമനും അംഗദന്റെ തോളിലേറി ലക്ഷ്മണനും സുബേലാജലത്തിലേക്ക് നീങ്ങി. വാനരപ്പട അകമ്പടി സേവിച്ചു. സുബേല പർവ്വതത്തിന് മുകളിൽ നിന്നും ലങ്കയെ നോക്കിക്കണ്ട ശ്രീരാമൻ അതിശയം പൂണ്ടു പറഞ്ഞു, ഇത് ഇന്ദ്രപുരിക്ക് സമാനം ചേതോഹരമായിരിക്കുന്നുവല്ലോ, എത്ര മനോഹരം. ഇതുകേട്ട് ഒപ്പമുണ്ടായിരുന്ന വിഭീഷണൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഇത് ലങ്കേശ്വരൻ ഇപ്പോൾ പുതുക്കിപ്പണിത ലങ്കാപുരിയാണ്. അവിടുത്തെ ഭക്തൻ മൈഥിലി മാതാവിനോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോരാനൊരുങ്ങവേ വാനരന്മാരുടെ ജന്മദത്തമായ ഒരു കുസൃതി ഹനുമാന്റെ മനസ്സിലുദിച്ചു. ആഞ്ജനേയൻ രാവണന്റെ ഉദ്യാനം അടിച്ചു തകർത്തു. ഉദ്യാനപാലകരായ രാക്ഷസരെ വധിച്ചു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ രാവണപുത്രനായ അക്ഷകുമാരനെയും ഒപ്പമുണ്ടായിരുന്ന പരസഹസ്രം രാക്ഷസരെയും നിഷ്പ്രയാസം കാലപുരിക്ക് അയച്ചു. ചുരുക്കത്തിൽ രാവണ സൈന്യത്തിൻ്റെ 4/1 ഭാഗത്തെയും വായുപുത്രൻ നശിപ്പിച്ചു എന്നു തന്നെ പറയാം പ്രഭു. ലങ്കയിലെത്തി ലക്ഷ്മീ ദേവിയെ ദർശിച്ച ശേഷം ലങ്കാപുരിയെ അഗ്നിക്കിരയാക്കുകയുണ്ടായി. ആ വിധം നശിച്ച ലങ്കയെ ബ്രഹ്മദേവന്റെ നിർദ്ദേശമനുസരിച്ച് അസുരശില്പി മയൻ പുതുക്കിപ്പണിയിക്കുകയായിരുന്നു. ശ്രീരാമൻ ഒന്ന് തലകുലുക്കിയ ശേഷം വീണ്ടും ലങ്കാപുരിയാകെ കണ്ണോടിച്ചു. തോരണങ്ങളാലും വർണ്ണക്കൊടികളാലും രത്നമാലകളാലും പുഷ്പഹാരങ്ങളാലും അലങ്കരിക്കപ്പെട്ട ലങ്കാപുരിയുടെ മധ്യത്തായുള്ള അതിമനോഹര മണിമാളികയ്ക്ക് മുകളിൽ ഏറെ ആർഭാടത്തോടെയും അലങ്കാര പ്രൗഢിയോടെയും ലങ്കാപതി രാവണൻ വിരാജിക്കുകയാണ്. സുന്ദരികളായ നർത്തകികൾ വിലാസ നൃത്തത്തിന് തയ്യാറായി നിൽക്കുന്നു. രാവണന്റെ മണിമാളികയ്ക്ക് ചുറ്റും സ്വർണ്ണമുത്തുകളും രത്നങ്ങളും പതിച്ച കരിങ്കൽ കോട്ടകൾ, കോട്ടകൾക്ക് ചുറ്റും വലിയ കിടങ്ങുകൾ, എങ്ങും മനോഹരങ്ങളായ മണിമാളികകൾ, കൈലാസപർവ്വതത്തിന് തുല്യമായ ഗോപുരങ്ങൾ, രത്നം പതിച്ച കാലുകളോടുകൂടിയ വിവിധ വർണ്ണങ്ങളിലുള്ള കുടകൾ എങ്ങും നിവർത്തിയിരിക്കുന്നു. വെൺകൊറ്റക്കുടകൾ പിടിച്ചു നിൽക്കുന്ന സുന്ദരിമാർ, വെൺചാമരം വീശുന്ന നർത്തകികൾ, ഇവരുടെയൊക്കെ അകമ്പടിയോടെ 10 തലകളിലും മനോഹരങ്ങളായ രത്നകിരീടങ്ങൾ അണിഞ്ഞ് ദേവേന്ദ്രനെ പോലെയാണ് രാവണൻ അവിടെ വിരാജിക്കുന്നത്. ആജ്ഞകൾ നിറവേറ്റാൻ 100 കണക്കിന് ഭടന്മാർ ചുറ്റിലുമായി നിൽക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ പർവ്വതമുകളിൽ നിന്നും തിരികെ വന്നപ്പോഴേക്കും വാനരപ്പടയാകെ സുബേലാജലത്തിന് താഴ്വരയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മഹാസമുദ്രത്തിനു തുല്യം വാനരസേന അവിടെ പരന്നുകിടക്കുന്നു. അവരുടെ ആരവം അലയാഴിയിലെ അലകൾ പോലെ അവിടെ എങ്ങും മുഴങ്ങുന്നുണ്ടായിരുന്നു. കോടാനുകോടി വരുന്ന വാനരപ്പടയിലെ ഓരോരുത്തരും അടങ്ങാത്ത ആവേശത്തിലായിരുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത. സുബേലാമലയുടെ താഴ്വരയിൽ താവളമുറപ്പിച്ച വാനരപ്പടയ്ക്ക് സുഗ്രീവനും ഹനുമാനും അംഗദനും വിഭീഷണനും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പടപ്പാളയത്തിൽ അനുവർത്തിക്കേണ്ട നടപടികളെക്കുറിച്ചും ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തവും ശക്തവുമായ നിർദ്ദേശങ്ങളാണ് നേതൃനിരയിലുള്ളവർ വാനരവീരന്മാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആവേശം നല്ലതാണെന്നും പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട ഘട്ടങ്ങളിൽ മാത്രമേ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്നും ഹനുമാൻ നിർദ്ദേശിച്ചപ്പോൾ യുദ്ധക്കളത്തിൽ ആവേശം എപ്പോഴും കാട്ടാവുന്നതായിരിക്കരുതെന്ന് വിഭീഷണനും കൂട്ടിച്ചേർത്തു. ഓരോരുത്തരും തികഞ്ഞ അച്ചടക്കവും അനുസരണയും പാലിക്കണമെന്ന് സുഗ്രീവൻ ഉറച്ച സ്വരത്തിൽ നിർദ്ദേശിച്ചു. പട നയിക്കുന്നവരുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും അക്ഷരം പ്രതി അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും വാനര രാജാവ് ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിൽ ധർമ്മവും നീതിയും പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും സുഗ്രീവൻ വിരൽ ചൂണ്ടുകയുണ്ടായി. യുദ്ധത്തിൽ വിജയിക്കുവാനും ശത്രുവിനെ പരാജയപ്പെടുത്തുവാനും തന്ത്രങ്ങൾ മെനയുമ്പോഴും അവ നടപ്പാക്കുമ്പോഴും യുദ്ധനീതികളും ധർമ്മവും വിസ്മരിക്കാൻ പാടില്ല. തങ്ങളുടെ പരാക്രമം ഒരിക്കലും സ്ത്രീകളോടും കുട്ടികളോടും കാട്ടുവാൻ പാടില്ല എന്നും ഹനുമാനും അംഗദനും പ്രത്യേകം നിർദ്ദേശിച്ചു. തങ്ങളുടെ ഈ നിർദ്ദേശങ്ങളൊക്കെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശങ്ങളാണെന്നും അവ ഞങ്ങളിലൂടെ അറിയിക്കുകയാണെന്നും വാനരപ്പടയുടെ നേതാക്കൾ വാനരവീരന്മാരെ ബോധിപ്പിക്കുകയുണ്ടായി. നേരം സന്ധ്യയായി. എങ്ങും ഇരുൾ പടർന്നു തുടങ്ങി. കടൽക്കാറ്റും വീശിയടിക്കുന്നു. കാറ്റിന് ലവണരുചി. വാനരപ്പടയാളികൾ കായ്കനികൾ ഭക്ഷിച്ച് നിദ്രയ്ക്കുള്ള വട്ടം കൂട്ടുന്നു. ഈ അവസരത്തിലാണ് രാവണൻ്റെ ചാരന്മാരായ ശുകനും സാരണനും തന്ത്രപൂർവം വാനരപ്പടയുടെ പാളയത്തിൽ പ്രവേശിച്ചത്. ശുകനും സാരണനും അടുത്ത സ്നേഹിതന്മാർ കൂടിയായിരുന്നു. രാവണൻ്റെ ശത്രുമിത്ര സങ്കേതങ്ങളിൽ കടന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ലങ്കാധിപതിയെ അറിയിക്കുന്ന സംഘത്തിലെ പ്രധാനികളായിരുന്നു ഇവർ. ശ്രീരാമൻ ലങ്കയിൽ പ്രവേശിച്ചതായി അറിഞ്ഞ ഉടൻ തന്നെ
വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിനായി രാവണൻ ശുകസാരണന്മാരെ രാമസങ്കേതത്തിലേക്ക് അയക്കുകയായിരുന്നു. ഇരുവരും ആദ്യം ഉത്തരഗോപുരത്തിൽ നിന്നും ഒരു ദൂരവീക്ഷണം നടത്തി. അതിനുശേഷം വാനരരൂപം ധരിച്ച് ശ്രീരാമൻ്റെ വാനരപ്പടയ്ക്കിടയിലേക്ക് പ്രവേശിച്ചു. വിഭീഷണൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവണൻ അക്കാര്യം പ്രത്യേകം പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. ശുകസാരണന്മാർ വിഭീഷണൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ പടകുടീരങ്ങളിൽ കടന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കെ അവരെ കാണുവാനിടയായ ഹനുമാനും ജാംബവാനും സംശയം തോന്നി. ഈ വിധത്തിലുള്ള 2 വാനരന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നവർ ചിന്തിച്ചു. തുടർന്ന് ഇരുവരും വാനരവേഷധാരികളെ പിന്തുടർന്ന് ശ്രദ്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ല എന്ന് ബോധ്യമായി. തുടർന്ന് അവർ ശുകസാരണന്മാരെ പിടിച്ചുകെട്ടി വാനര രാജാവ് സുഗ്രീവൻ്റെ മുന്നിൽ ഹാജരാക്കി. തങ്ങൾ വാനരന്മാർ തന്നെയാണെന്ന വാദവുമായി ശുകസാരണന്മാർ തർക്കിച്ചു നിന്നുവെങ്കിലും ജാംബവാനും ഹനുമാനും അത് കള്ളമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഇതിനിടെ ശ്രീരാമദേവനും അവിടെ എത്തി. വാനരരൂപം പൂണ്ട ശുകസാരണന്മാരെ കണ്ട് ശ്രീരാമചന്ദ്രൻ അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. ഇതുകണ്ട് ശുകസാരണന്മാർ ഭയന്നു. ഈ വേളയിലാണ് വിഭീഷണൻ അവിടേക്ക് കടന്നു വന്നത്. വിഭീഷണനെ കണ്ട ഉടൻ തന്നെ വാനരരൂപികൾ പരുങ്ങി. അവരെ കണ്ട ഉടൻ തന്നെ വിഭീഷണന് സംഗതി മനസ്സിലായി. തങ്ങൾ വാനരന്മാരാണെന്ന് തർക്കിച്ചു നിൽക്കുകയായിരുന്ന ശുകസാരണന്മാരുടെ തലയിൽ വിഭീഷണൻ ഓരോ ചവിട്ട് കൊടുത്തു. ചവിട്ടേറ്റതോടെ ഇരുവരും രാക്ഷസരൂപികളായി മാറി. വാനരന്മാർ ചാടി വീണ് അവരെ പിടികൂടി മർദ്ദിക്കാൻ തുടങ്ങി. ശുകസാരണന്മാർ വാവിട്ട് നിലവിളിച്ചു. ശുകൻ ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് രക്ഷിക്കണമെന്ന് യാചിച്ചു. ഏതാനും നിമിഷങ്ങൾ ശുകൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം ശ്രീരാമൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വാനരന്മാരോട് ശുകനെ ബന്ധനവിമുക്തനാക്കാൻ നിർദ്ദേശിച്ചു. ബന്ധനമുക്തനായ ശുകസാരണന്മാർ ആശ്വാസം പൂണ്ടു. ശുകൻ ശ്രീരാമനെ തൊഴുതു നമസ്കരിച്ച് യാത്രാനുമതി തേടി. ശുകൻ തൊഴുതു മടങ്ങവേ ശ്രീരാമദേവൻ സുഗ്രീവനോടായി പറഞ്ഞു, ശുകൻ വീണ്ടും വരും, ഇവിടെ നമ്മുടെ സേവകനായി കൂടും. അപ്പോഴേക്കും ശുകൻ സാരണനോടൊപ്പം നടന്നു നീങ്ങിക്കഴിഞ്ഞിരുന്നു. പരബ്രഹ്മനിഷ്ഠയോടെ യാഗാദി കർമ്മങ്ങൾ ചെയ്തും രാക്ഷസരെ വെറുത്തും കഴിഞ്ഞിരുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു ശുകൻ. രാവണകിങ്കരനായ വജ്രദംഷ്ട്രൻ എന്ന ഘോര രാക്ഷസൻ ശുകനെ ദ്രോഹിക്കുവാനും ഉപദ്രവിക്കുവാനും തക്കം പാർത്തു കഴിയുകയായിരുന്നു. ഈ അവസരത്തിലാണ് മഹാതാപസനായ അഗസ്ത്യൻ ശുകൻ്റെ ആശ്രമത്തിൽ അതിഥിയായെത്തിയത്. മഹാമുനിയെ യഥോചിതം സ്വീകരിച്ച ശുകൻ മുനീന്ദ്രനെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. ശുകൻ്റെ ക്ഷണം സ്വീകരിച്ച അഗസ്ത്യൻ കുളിക്കുന്നതിനായി അടുത്തുണ്ടായിരുന്ന അരുവിയിലേക്ക് പോയി. ഇതുതന്നെ അവസരമെന്ന് കണ്ട വജ്രദംഷ്ട്രൻ ഉടനെ തന്നെ അഗസ്ത്യമുനിയുടെ വേഷം പൂണ്ട് ആശ്രമത്തിൽ വന്നു. നീരാട്ടിന് പോയ മുനി ഇത്ര വേഗം തിരിച്ചെത്തിയത് കണ്ട ശുകൻ കാരണം തിരക്കിയപ്പോൾ അഗസ്ത്യരൂപി പറഞ്ഞു, ശുക, ഭക്ഷണത്തിനു വേണ്ട വിഭവങ്ങളെക്കുറിച്ച് അറിയിക്കുവാൻ ഞാൻ മറന്നുപോയി. അതറിയിക്കുവാനാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നത്. ശുകൻ, അല്ലയോ മുനീന്ദ്ര, അവിടുത്തേക്ക് പ്രിയതരമായ ഭക്ഷണം എന്താണെന്ന് വ്യക്തമാക്കിയാലും അവിടുത്തെ പോലെ ശ്രേഷ്ഠനായ ഒരു അതിഥിയുടെ സംതൃപ്തിയാണ് എൻ്റെയും എൻ്റെ പത്നിയുടെയും സന്തോഷം. അവിടുന്ന് എന്തുതന്നെ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അത് ഒരുക്കി വയ്ക്കാം. അഗസ്ത്യൻ, നമുക്ക് ഇന്ന് അജമാംസം ഭക്ഷിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നാം കുളി കഴിഞ്ഞു വരുമ്പോൾ അജമാംസം കൂടി പാചകം ചെയ്തു വയ്ക്കുക. അഗസ്ത്യമുനിയുടെ ആവശ്യം കേട്ട് അന്താളിച്ചു നിന്നുപോയ ശുകൻ തൻ്റെ പത്നിയെ വിളിച്ച് മുനിയുടെ ആഗ്രഹം അറിയിച്ചു. അഗസ്ത്യമുനിയുടെ വേഷം ധരിച്ചെത്തിയ രാക്ഷസനാണ് ഈ നീചപ്രവൃത്തി ചെയ്തതെന്നറിയാതെ ശുകപത്നിയും മുനിയുടെ സ്വഭാവത്തെക്കുറിച്ച് മോശമായി തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ തന്നെയും അഗസ്ത്യമുനിയെപ്പോലുള്ള ശ്രേഷ്ഠനായ ഒരു അതിഥിക്ക് അപ്രീതിയുണ്ടാവാൻ പാടില്ല എന്നും അതിഥ്യ സൽക്കാരത്തിൽ വീഴ്ച വരുത്തുന്നത് ഗൃഹനാഥയുടെ യശസ്സിന് കോട്ടം വരുത്തുമെന്നുമുള്ള കാര്യങ്ങൾ ഓർത്ത് അജമാംസം പാചകം ചെയ്ത് ഒരുക്കി വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. അഗസ്ത്യമുനി കുളി കഴിഞ്ഞെത്തി പ്രാർത്ഥനയ്ക്കു ശേഷം ഭക്ഷണം കഴിക്കാനായിരുന്നു. വിശിഷ്ട ഭോജ്യങ്ങൾക്കൊപ്പം അജമാംസവും വിഭവമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ട മുനീന്ദ്രൻ വല്ലാതെ കോപിച്ചു. മുഴുവൻ സമയവും ഈശ്വരപൂജകളും ദേവസ്തുതിയും പ്രാർത്ഥനയുമൊക്കെയായി കഴിയുന്ന താപസനായ തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് ശുകൻ ഇത് ചെയ്തതെന്ന് കരുതിയ അഗസ്ത്യമുനി ശുകനെ ശപിച്ചു. രാക്ഷസന്മാർ കഴിക്കുന്ന ഭക്ഷണം വിളമ്പി നീ നമ്മെ അപമാനിച്ചിരിക്കുകയാണ്. ഇത് നാം ക്ഷമിക്കുകയില്ല.
ഇന്നു മുതൽ നീ ഒരു രാക്ഷസനായി ജീവിക്കുക. മുനിയുടെ ശാപം കേട്ട് ശുകനും പത്നിയും വല്ലാതെ വിഷമിച്ചു. ഇരുവരും ചേർന്ന് അഗസ്ത്യമുനിയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, അല്ലയോ മുനീന്ദ്ര, കുളിക്കാനായി പോയ അവിടുന്ന് പെട്ടെന്ന് മടങ്ങി വന്ന് ഭക്ഷണത്തിനുള്ള വിഭവങ്ങളെക്കുറിച്ച് ആരാഞ്ഞ ശേഷമാണല്ലോ അതിൽ അജമാംസം കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത്. അവിടുത്തെ അഭീഷ്ടപ്രകാരം ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരുന്ന ഞങ്ങൾ എന്തപരാധമാണ് ചെയ്തത്? അവിടുത്തെ നിർദ്ദേശം ഞാൻ അനുസരിക്കുകയല്ലേ ചെയ്തത്? അതിനാണോ ഈ ശാപം? ശുകന്റെ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ അഗസ്ത്യമുനി കണ്ണടച്ച് അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷം കണ്ണു തുറന്നു പറഞ്ഞു, ഉത്തമനായ ശുക, തെറ്റ് സംഭവിച്ചത് നമുക്കാണ്. എന്താണ് സംഭവിച്ചതെന്ന് നാം ദിവ്യദൃഷ്ടിയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്റെ ശത്രുവായ രാക്ഷസൻ എൻ്റെ വേഷം പൂണ്ടെത്തി നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് നാം അറിയുന്നു. ശുകൻ, മുനീന്ദ്ര, അവിടുത്തെ ശാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. നിരപരാധിയായ എന്നെ ശിക്ഷിക്കാതിരിക്കൂ. അഗസ്ത്യമുനി, തെറ്റുപറ്റിയത് നമുക്കാണ്. കോപത്താൽ മൂഢത പൂണ്ട് നാം നിന്നെ ശപിച്ചുപോയി. ശാപം ഫലിക്കാതെ വരില്ല, എന്നാൽ നമുക്ക് ശാപമോക്ഷം നൽകാനാവും. രാക്ഷസനായി മാറുന്ന നീ രാക്ഷസ രാജാവ് രാവണൻ്റെ ഭൃത്യനായിത്തീരും. ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ നീ കണ്ടുമുട്ടും. ശ്രീരാമന് വേണ്ടി നീ രാവണനോട് വാദിക്കും. തുടർന്ന് നിന്റെ രാക്ഷസ സ്വഭാവം മാറി ദിവ്യത്വം ഉണ്ടാവുകയും പൂർവ്വസ്ഥിതിയിലെത്തുകയും ചെയ്യും. ഈ വിധം രാവണൻ്റെ ഭൃത്യനായി മാറിയതാണ് ശുകൻ. ശ്രീരാമ ദർശനം കഴിഞ്ഞ് ലങ്കയിൽ മടങ്ങിയെത്തി രാവണനെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതോടെ ശുകൻ പൂർവ്വസ്ഥിതിയിലെത്തുമെന്ന വസ്തുത ശ്രീരാമദേവന് മനസ്സിലായിരുന്നു. അക്കാരണത്താലാണ് അദ്ദേഹം ശുകനെ നോക്കി അർത്ഥഗർഭമായി ചിരി ഉതിർത്തത്. ശ്രീരാമസന്നിധിയിൽ നിന്നും മടങ്ങിയ ശുകൻ നേരെ ലങ്കാധിപതി രാവണൻ്റെ ചാരത്തേക്കാണ് പോയത്. തിരിച്ചെത്താൻ ഏറെ വൈകിയ ശുകനോട് ദശാനനൻ സ്നേഹത്തോടെ കാര്യങ്ങൾ തിരക്കി. സഹോദരന്മാരോടെന്ന പോലെ ദൂതന്മാരോടും മറ്റനുയായികളോടും സ്നേഹത്തോടെയും സഹതാപത്തോടെയുമുള്ള സമീപനമാണ് രാവണൻ എപ്പോഴും സ്വീകരിച്ചു കണ്ടിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയായിരുന്നു രാവണൻ്റെ ശുകനോടുള്ള സമീപനം. ഇങ്ങനെ ചോദിച്ചു, ശുകനെ, എന്തുപറ്റി? നിന്റെ മുഖം വാടിയിരിക്കുന്നുവല്ലോ, വല്ലാത്ത ക്ഷീണവും കാണുന്നു. നിന്നെ ആരെങ്കിലും അപമാനിച്ചുവോ? ഭയപ്പെടുത്തിയോ? പറയൂ. വിവരങ്ങൾ വേഗത്തിൽ അറിയിച്ച ശേഷം പോയി കുറേ നേരം വിശ്രമിക്കുക. നീ കണ്ടതും കേട്ടതുമായ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ അറിയിക്കുക. രാവണൻ്റെ വാക്കുകൾ കേട്ട് ശുകൻ ആദരവോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാക്ഷസ രാജപ്രവര, അവിടുന്ന് വിജയിക്കട്ടെ, നീണാൾ വാഴട്ടെ. ലങ്കേശ, ഞാൻ ശ്രീരാമൻ്റെ പടപ്പാളയത്തിൽ പോയ 2 തവണയും മരണത്തെ മുഖാമുഖം കണ്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. ദശരഥനന്ദനൻ ശ്രീരാമൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജഡം മാത്രമേ അങ്ങേക്ക് കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടുത്തെ ദൂതനായി ചെന്ന ഞാൻ അങ്ങയുടെ നിർദ്ദേശം അതേപടി അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ അതേപടി തന്നെ വാനര രാജാവ് സുഗ്രീവന് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ അത് കേൾക്കേണ്ട താമസം വാനരന്മാർ എന്നെ പിടികൂടി ജീവൻ നഷ്ടപ്പെടും വിധം ക്രൂരമായി മർദ്ദിച്ചു. മരണം മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ശ്രീരാമനെ വിളിച്ച് കരഞ്ഞ് രക്ഷിക്കണമേ എന്ന് യാചിച്ചു. അന്നേരം ശ്രീരാമനാണ് വാനരന്മാരെ മർദ്ദനത്തിൽ നിന്നും തടഞ്ഞ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. വാനരപ്പടയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി പോയപ്പോഴും ഞാൻ പിടിക്കപ്പെട്ടു. അപ്പോഴും ശ്രീരാമൻ ഇടപെട്ട് തന്നെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ കൊല്ലപ്പെടാൻ പാടില്ലാത്തവനാണെന്നും എന്നെ വിട്ടയക്കണമെന്നുമുള്ള ശ്രീരാമൻ്റെ നിർദ്ദേശമനുസരിച്ച് പർവ്വതസമാനരായ വാനരന്മാർ എന്നെ മോചിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ കോടിക്കണക്കിന് വരുന്ന വാനര സൈന്യത്തിൻ്റെ കൺമുന്നിലൂടെ ശ്രീരാമൻ്റെ അനുവാദത്തോടെ ഇങ്ങോട്ട് പോരുകയാണുണ്ടായത്. ഞാൻ ഇവിടേക്ക് പുറപ്പെടുമ്പോൾ രഘുത്തമൻ ഒരു ദൂതനോട് മറുപടി നൽകി വിടുന്ന രീതിയിൽ തന്നെ അങ്ങയെ അറിയിക്കുവാൻ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്നുകിൽ മൈഥിലിയെ ഉടനടി തിരിച്ചെത്തിക്കുകയോ അല്ലെങ്കിൽ ഉടനടി യുദ്ധം തുടങ്ങുകയോ വേണമെന്നാണ് ശ്രീരാമൻ്റെ കൽപ്പന. രണ്ടായാലും അത് ഉടനെ വേണമെന്നും രണ്ടായാലും തനിക്കൊന്നുപോലെ തന്നെയാണെന്ന് അങ്ങേ അറിയിക്കണമെന്നും ശ്രീരാമൻ നിർദ്ദേശിക്കുകയുണ്ടായി. സീതയെ കട്ടുകൊണ്ടുപോകുന്നതിൽ കാട്ടിയ ബലം തന്നോട് യുദ്ധം ചെയ്യുന്നതിലും കാട്ടണമെന്നും അങ്ങനെയൊരു ബലം അവിടുന്ന് കാട്ടുന്ന പക്ഷം ലങ്കാപുരവും രാക്ഷസ സേനയും തവിട് പൊടിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം വേണ്ടി വന്നാൽ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രോഷം മുഴുവൻ യുദ്ധം ചെയ്തു തീർക്കുമെന്നറിയിക്കാനും വികാരാധീനനായി പറഞ്ഞു.
രാമസോദരൻ ലക്ഷ്മണൻ, വാനര രാജാവ് സുഗ്രീവൻ, വാനരപ്പടയുടെ മുഖ്യനായകൻ ഹനുമാൻ തുടങ്ങിയവർക്കൊപ്പം അങ്ങയെ നിഗ്രഹിക്കുന്നതിനായി അവിടുത്തെ സഹോദരൻ വിഭീഷണനും യുദ്ധക്കളത്തിലുണ്ടാവുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചേക്കുക എന്നും രാമൻ പറയുകയുണ്ടായി. അല്ലയോ ലങ്കേശ്വര, പർവ്വത തുല്യരായ അസംഖ്യം ഭടന്മാരാണ് സുഗ്രീവൻ്റെ നേതൃത്വത്തിൽ അവിടെ അണിനിരന്നിട്ടുള്ളത്. ഭൂമി കുലുങ്ങും വിധം ഗർജിച്ചുകൊണ്ട് നിർഭയരായിട്ട് കോടാനുകോടി വാനരവീരന്മാർ അവിടെ ആവേശത്തോടെ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണെന്നറിഞ്ഞാലും വാനരസേനയുടെ സംഖ്യ എത്രയെന്ന് പണ്ഡിതശ്രേഷ്ഠനായ സുബ്രഹ്മണ്യന് പോലും ഗണിക്കാനാവില്ല എന്നതാണ് സത്യം. ഇതു പറഞ്ഞ് ഒന്ന് കണ്ഠശുദ്ധി വരുത്തിയ ശേഷം ശുകൻ തുടർന്നു. കോടിക്കണക്കിന് വാനര യോദ്ധാക്കളെ നയിക്കുവാൻ വീരശൂരന്മാരായ വാനരന്മാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരിൽ കുറേയേറെ വീരന്മാരെ ഞാൻ ദർശിക്കുകയുണ്ടായി. അഗ്നിയുടെ പുത്രനായ നീലൻ എന്ന വാനര പ്രമുഖൻ ലക്ഷക്കണക്കിന് വരുന്ന വാനര സേനാനികളെ നയിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. വീറോടെയും വാശിയോടെയും ശത്രുക്കളെ ഭസ്മമാക്കുവാൻ ആവേശം പൂണ്ടു നിൽക്കുകയാണ് അയാൾ. കാലൻ പോലും നീലന് പേടിച്ച് ഒളിച്ചു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. ബാലിയുടെ പുത്രനായ അങ്കദനാണ് മറ്റൊരു പടത്തലവൻ. പർവ്വത സമാന ശരീരിയാണെങ്കിലും താമര അല്ലിക്ക് സമം പ്രഭയുള്ളവനാണ് അയാൾ. അങ്കദനും വല്ലാതെ കോപത്തോടെ വാലുകൊണ്ട് തുടർച്ചയായി നിലത്ത് തല്ലിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടാൻ അക്ഷമനായി നിൽക്കുന്നു. വായുപുത്രൻ ഹനുമാനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. കടൽ ചാടിക്കടന്ന് ഇവിടെ എത്തി അവിടുത്തെ പുത്രനെ ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത രാക്ഷസ വീരന്മാരെ ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയ ഹനുമാനും വലിയൊരു പറ്റം വാനരന്മാരെ നയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളുടെ പുത്രന്മാരായ മൈന്ദൻ, വിവിധൻ, ഇവിടേക്ക് ചിറകെട്ടുന്നതിന് നേതൃത്വം നൽകുന്ന ദേവശില്പി വിശ്വകർമാവിൻ്റെ പുത്രൻ നളൻ, വീരന്മാരായ താരൻ, പനസൻ, കുമുദൻ, വിനതൻ, വൃഷഭൻ, വികടൻ, വിശാലൻ, മാരുതിയുടെ പിതാവായ കേസരി, ശൂരന്മാരായ പ്രമാധി, ശതബലി, വെള്ളി പോലെ തിളങ്ങുന്നവനും ഉഗ്രനുമായ ശ്വേതൻ, വമ്പനായുള്ള ശരദൻ, ശ്രേഷ്ഠനും കപികുലാചാര്യനുമായ ജാമ്പവാൻ, വാനരശ്രേഷ്ഠൻ വേഗദർശി, വീരന്മാരായ ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ശൂരന്മാരായ ദധിമുഖൻ, ജ്യോതിർമുഖൻ, അതിഘോരന്മാരായ സുമുഖൻ, ഗോമുഖൻ ഇത്യാദിയുള്ളവരെല്ലാം വാനരസേനയുടെ പടത്തലവന്മാരാണ്. ഇവർ ഓരോരുത്തരുടെയും നിയന്ത്രണത്തിലുള്ള വാനരപ്പടയുടെ സംഖ്യയാവട്ടെ ദശലക്ഷങ്ങൾ വരും. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള പടത്തലവന്മാർ മാത്രം 67 കോടിയാണുള്ളതെന്നറിഞ്ഞാലും അല്ലയോ ലങ്കാനാഥ, ശ്രീരാമനു വേണ്ടി യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നത് 21 വെള്ളം പടയാണെന്ന സത്യവും വിസ്മരിക്കാതിരിക്കുക. ഇവരെല്ലാം തന്നെ ദേവശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളവരും ദേവാംശത്തോടെ ജന്മം കൊണ്ടവരുമാണെന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അല്ലയോ ലങ്കേശ, അവിടുന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു വസ്തുത അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ മനസ്സിൽ സദാ സൂക്ഷിച്ചുകൊണ്ട് തദനുസൃതമായുള്ള തീരുമാനങ്ങളാവണം കൈക്കൊള്ളേണ്ടത്. അതായത് ശ്രീരാമദേവൻ കേവലം ഒരു മനുഷ്യനല്ല എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീരാമൻ ആദിനാരായണനാകുന്നു. അവിടുന്ന് കൗശലപൂർവം കടത്തിക്കൊണ്ടുവന്ന സീതാദേവിയും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല, യോഗമായാദേവിയാകുന്നു. ശ്രീരാമസോദരൻ ലക്ഷ്മണനാകട്ടെ സാക്ഷാൽ അനന്തനാണ്. അല്ലയോ ലങ്കാധിപതേ, ജനകജാരാഘവന്മാർ യഥാർത്ഥത്തിൽ ലോകമാതാവും ലോകപിതാവുമാണ്. ഈ വിധമുള്ള മഹാശക്തികളുമായി കൊമ്പുകോർക്കാനിടയായതിൻ്റെ കാരണമെന്താണെന്നതിനെക്കുറിച്ച് വേണം ആദ്യം ചിന്തിക്കാൻ. ശരീരവും ശരീരത്തോട് ബന്ധപ്പെട്ട അഹങ്കാരവും മൂലമാണ് ഈ സ്ഥിതിവിശേഷം സംജാതമായിട്ടുള്ളത്. 25 സാഖ്യമത തത്വങ്ങളുടെ സമാഹാരമാണല്ലോ ശരീരത്തിൻ്റെ ലോകം. ത്വക്ക്, മാംസം, മേധസ്, അസ്ഥി, മൂത്രം, മലം മുതലായവയുടെ സമ്മേളനം മൂലം ദുർഗന്ധപൂരിതമാണ് ശരീരം. ജ്ഞാനമില്ലാത്തവർക്ക് ആ ശരീരത്തിൽ ഞാനെന്ന ഭാവം അഥവാ അഹങ്കാരം ഉണ്ടാകുന്നു. അല്ലയോ ദശാനന, എന്നെ തെറ്റിദ്ധരിക്കരുത്. ദയാപരനും ഭൂലോകനാഥനുമായ ശ്രീരാമചന്ദ്രൻ്റെ ഔദാര്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുമൂലം രാക്ഷസനായ എനിക്ക് ജീവിത തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അത്ഭുതം ഞാൻ അങ്ങയെ അറിയിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയ തത്വം എൻ്റെ രാജാവായ അങ്ങയെ കൂടി അറിയിക്കുകയും മനസ്സിലാക്കിക്കുകയും വേണമെന്ന സതുദ്ദേശ്യത്തോടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരീരം മൂലമാണ് ഘോര പാപങ്ങൾ ചെയ്യപ്പെടുന്നത്. ഇന്ദ്രിയാമോദകരങ്ങളായ അനുഭവങ്ങളിൽ രമിക്കുന്ന ശരീരം രോഗാദികൾ മൂലം പതിക്കുമെന്നത് തീർച്ചയാണ്. പുണ്യപാപങ്ങളുമായി ഇടകലർന്ന് സുഖദുഃഖങ്ങളുടെ കെട്ടുപാടിൽ ജീവൻ അകപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുത.
അല്ലയോ രാക്ഷസരാജാവേ, അവിടുന്ന് പാപത്തിൻ്റെ വീഥിയിൽ നിന്നും പിന്തിരിയണം. ഞാൻ ദേഹമാണ് എന്ന് കൽപ്പിച്ച് മായയുടെ ബാധമൂലം അവശരാകുന്നവർ ജനനമരണങ്ങളിൽ തന്നെ കഴിയുന്നു. ശോകം, ജര, മരണം തുടങ്ങിയവയിൽ നിന്നും മോചനം നേടാൻ ദേഹാദികളിലുള്ള അഭിമാനം ത്യജിക്കുക. ആത്മാവ് നിർമ്മലനും അവ്യയനും അദ്വയനുമാകുന്നു. ആത്മാവിനെ ആത്മാവിൽ കണ്ടു തെളിയുക, ആത്മാവിൽ ലയിക്കുക. മക്കൾ, ഭാര്യ, ധനം, ഗൃഹം മുതലായ വസ്തുക്കളിലുള്ള, അതായത് ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തി പരിത്യജിച്ച് വിരക്തനായി കഴിയുക. ത്രൈലോക്യ സമ്മതനും തപോധനനുമായിട്ട് പോലും അവിടുന്ന് ഒരജ്ഞാനിയെപ്പോലെ ഭോഗാഭിലാഷത്തിനടിമയാകുന്നത് എന്തുകൊണ്ടെന്നും മനസ്സിലാവുന്നില്ല. അല്ലയോ ലങ്കേശ്വര, സംഘങ്ങളൊക്കെയും പരിത്യജിക്കുക. എന്നിട്ട് ശ്രീരാമനെ തന്നെ ആശ്രയിക്കുക. ശ്രീരാമൻ പരമാത്മാവാണെന്ന സത്യം വിസ്മരിക്കാതിരിക്കുക. ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചാൽ സർവ്വപാപങ്ങളിൽ നിന്നും വിമുക്തനായി വിഷ്ണുലോകം പോകാൻ കഴിയും. അല്ലെങ്കിൽ കീഴ്പോട്ട് പോയി നരകത്തിലെത്താനേ കഴിയൂ. മരതക കാന്തിയോടെ ചാപബാണായുധങ്ങളോടെ വിളങ്ങുന്ന ശ്രീരാമനെ നിരന്തരം ധ്യാനിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് അവിടുന്ന് ശ്രീരാമനെ ധ്യാനിക്കുക. ആശ്രയിക്കുന്നവരെ കൈവടിയാത്ത കരുണാമയനാണ് രാഘവൻ. അവിടുന്ന് പുരുഷോത്തമനെ അഭയം പ്രാപിക്കുക. അങ്ങനെ ആപത്തുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിതനായി മോക്ഷം നേടുക. അല്ലയോ രാക്ഷസരാജാവേ, ശ്രീരാമഭക്തി മാത്രമേ മോക്ഷമാർഗമായുള്ളൂ. ഉപദേശരൂപേണയുള്ള ശുഖവാക്യങ്ങൾ കേട്ട് രാവണൻ അത്യധികം കോപാക്രാന്തനായി നിന്നു വിറച്ചു. കോപത്താൽ ചുവന്ന കണ്ണുകളോടെ ശുകനെ നോക്കി. ശുകനെ ദഹിപ്പിക്കും വിധമുള്ള നോട്ടമായിരുന്നു അത്. തുടർന്ന് അലർന്ന സ്വരത്തിൽ രാവണൻ ശുകനോട് ചോദിച്ചു, എൻ്റെ ഭൃത്യനായ നിന്നെ ഞാൻ ഒരു ചാരനായും ദൂതനായുമാണ് രാമൻ്റെ പടപ്പാളയത്തിലേക്ക് അയച്ചത്. അവിടുന്ന് തിരിച്ചു വന്ന് നീ ലജ്ജ കൂടാതെ ഒരു ആചാര്യനെപ്പോലെ എന്നെ ഉപദേശിക്കുന്നുവോ? ഉടൻ സ്ഥലം വിടുക. ഒരു നിമിഷം കൂടി നീ ഇവിടെ നിൽക്കുന്ന പക്ഷം നിന്നെ കാലവരിക്കയക്കുമെന്നതിൽ സംശയം വേണ്ട. കടക്കുപുറത്ത്. ഇത് പറഞ്ഞ് രാവണൻ ഉറയിലിട്ടിരിക്കുന്ന വാൾപ്പിടിയിൽ കരങ്ങൾ ചേർത്തതും ഭയന്നു വിറച്ച ശുകൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അപ്പോഴും ശുകൻ അറിയാമായിരുന്നു ഇത് തനിക്ക് ഉണ്ടാവാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ തുടക്കമാണെന്ന്. അഗസ്ത്യമുനിയുടെ ശാപവും ശാപമോക്ഷവും ശുകൻ ഓർക്കാതിരുന്നില്ല. രാവണന് തത്വോപദേശം നൽകുവാൻ നീ യോഗ്യനാവും. ശ്രീരാമദർശനത്തോടെയാവും അത്. അങ്ങനെ ശ്രീരാമന് നീ പ്രിയപ്പെട്ടവനായും തീരും. അതുകൊണ്ടുതന്നെ രാക്ഷസനിൽ നിന്നും മാറി പൂർവസ്ഥിതിയിലെത്തും എന്നായിരുന്നു അഗസ്ത്യമുനി പറഞ്ഞത്. ശ്രീരാമ സുഗ്രീവന്മാരുടെ പ്രധാന നേതൃത്വത്തിൽ വൻ വാനരപ്പട യുദ്ധത്തിനായി സർവസജ്ജരായി നിൽക്കുന്നു എന്നറിഞ്ഞ രാവണൻ അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. രാവണൻ്റെ കൽപ്പനപ്രകാരം കാലവിളംബവിനെ ഉടൻ തന്നെ യോഗവും ചർച്ചകളും ആരംഭിക്കുകയും ചെയ്തു. രാവണൻ്റെ കൊട്ടാരത്തിലെ ആലോചനാമുറി അസാധാരണമാം വിധം ഉത്കണ്ഠാകുലമായിരുന്നു. നിരന്തരം ശൂരന്മാരായ രാക്ഷസ പ്രമുഖരെല്ലാം എത്തിയപ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള ഒച്ചയും സന്തോഷവർത്തമാനങ്ങളുമൊന്നും ഉയർന്നു കണ്ടില്ല. ആരും ആരോടും പ്രത്യേകിച്ച് യാതൊന്നും പറയുന്നില്ല. ചിലർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു എന്നു മാത്രം. അതും അത്യാവശ്യത്തിനു മാത്രം. പ്രമുഖരെല്ലാം എത്തിയെന്ന് സേനാനായകൻ വന്നറിയിച്ചതോടെ പുറത്ത് ചിന്താമഗ്നനായി ഉലാത്തുകയായിരുന്ന രാവണൻ പെട്ടെന്ന് ആലോചനാ മണ്ഡപത്തിലേക്ക് നടന്നു. രാവണൻ്റെ പാദപതന ശബ്ദം കേട്ടതോടെ എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. രാവണൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവാൻ തുടങ്ങുമ്പോഴായിരുന്നു മാല്യവാൻ്റെ ആഗമനം. മാല്യവാനെ കണ്ട ഉടൻ സിംഹാസനത്തിൽ ഇരിക്കാൻ തുടങ്ങിയ രാവണൻ എഴുന്നേറ്റു. മാല്യവാനെ കൈകൊണ്ട് ആംഗ്യം കാട്ടി വിളിച്ച് മുൻനിരയിൽ ആസനസ്ഥനാക്കിയ ശേഷം രാവണൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. രാവണൻ്റെ മാതാവായ കൈകസിയുടെ പിതാവിൻ്റെ സഹോദരനാണ് മാല്യവാൻ. പിതൃസഹോദരനാണെങ്കിലും പിതൃതുല്യനായാണ് കൈകസി മാല്യവാനെ കണ്ടിരുന്നത്. ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്നും പ്രഹേതി എന്ന രാക്ഷസനും ബ്രഹ്മാവിൻ്റെ വിശപ്പിൽ നിന്നും ഹേതി എന്ന യക്ഷനും ജന്മം കൊണ്ടു. ഹേതിക്ക് കാലൻ്റെ സഹോദരിയായ ജയ എന്ന സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിദ്യുകേശൻ. വിദ്യുകേശൻ സന്ധ്യയുടെ പുത്രിയായ സാലകടക എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രനാണ് സുകേശൻ. സുകേശൻ
മണിമയൻ എന്ന ഗന്ധർവൻ്റെ പുത്രിയായ ദേവവതിയെ ഭാര്യയാക്കി. സുകേശൻ വേദവതി ദമ്പതിമാരുടെ മക്കളാണ് മാല്യവാൻ, സുമാലി, മാലി എന്നിവർ. ഇവർ 3 പേരും വിവാഹം കഴിച്ചത് നർമ്മദ ഗന്ധർവ സ്ത്രീയുടെ പുത്രിമാരായ സുന്ദരി, കേതുമതി, വസുത എന്നിവരെയാണ്. ഇവരിൽ സുമാലിക്ക് കേതുമതിയിൽ 10 പുത്രന്മാരും 4 പുത്രിമാരും ജനിച്ചു. പ്രഹസ്തൻ, അകമ്പനൻ, വികടൻ, കാളകാമുഖൻ, ധൂമ്രാക്ഷൻ, ദണ്ഡൻ, സുപാർശ്വൻ, സംഹ്രാതൻ, പ്രക്വാദൻ, ദാസകർണൻ എന്നിവരാണ് 10 പുത്രന്മാർ. പുത്രിമാരാവട്ടെ വേഗു, പുഷ്പോൽക്കട, കൈകസി, കുംഭീനാസി എന്നിവരും. മാല്യവാനോടുള്ള കുശലപ്രശ്നത്തിനു ശേഷം രാവണൻ എല്ലാവരോടുമായി പറഞ്ഞു, ലങ്കാരാജ്യവും ലങ്കാവാസികളായ നമ്മളും ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഏവർക്കും ഗ്രാഹ്യമുണ്ടാവുമല്ലോ. ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത ലങ്കയെ 2 മനുഷ്യരും കുറേ വാനരന്മാരും ചേർന്ന് തകർക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ എനിക്ക് ഏറ്റവും വലിയ ഫലിതമായേ കാണാൻ കഴിയുന്നുള്ളൂ. ഇത് പറഞ്ഞ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദശാനനൻ തുടർന്നു. പക്ഷേ ഇതിനിടെ ഒരു കുരങ്ങൻ ഇവിടെ വന്ന് കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ട് കടന്നു കളഞ്ഞു. എൻ്റെ ഓമനപുത്രനെ അടക്കം ഒട്ടേറെ രാക്ഷസരെ അവൻ നിഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. അവനടക്കമുള്ളവരാണ് നമ്മെ ആക്രമിക്കുവാനും ലങ്ക പിടിച്ചെടുക്കാനുമായി എത്തിയിരിക്കുന്നത്. എങ്ങു നിന്നോ വന്ന 2 മനുഷ്യരാണത്രേ നമുക്കെതിരെയുള്ള പടനീക്കത്തിന് നേതൃത്വം നൽകുന്നത്. അവർ അജയ്യനായ നമ്മെ എന്തു ചെയ്യാനാണ്? എങ്കിൽ തന്നെയും ഒരു യുദ്ധം വേണ്ടി വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അനുഭവസമ്പന്നരായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. കൂട്ടായി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളോളം ബലം മറ്റൊന്നിനും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് വിശദമായി വിചാരിക്കാം. ഇനി നമുക്ക് പാഴാക്കാൻ സമയം തീരെയില്ല. ശത്രുക്കൾ ലങ്കയ്ക്ക് സമീപം എത്തി താവളമടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ നാം പ്രവർത്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ എന്ത് വേണമെന്നും എങ്ങനെ വേണമെന്നും നമുക്ക് ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇത് പറഞ്ഞ് ഒന്ന് നിർത്തി എല്ലാവരുടെയും മുഖങ്ങളിൽ തറപ്പിച്ചു വീക്ഷിച്ച ശേഷം മാല്യവാനെ നോക്കി തുടർന്നു. വളരെ ഗൗരവമുള്ള ഈ വിഷയത്തിൽ ആദ്യമായി സംസാരിക്കേണ്ടത് ഏറ്റവും മുതിർന്ന വ്യക്തിയെന്ന നിലയിൽ എൻ്റെ മാതാമഹൻ തന്നെയാണ്. അവിടുത്തെ അഭിപ്രായവും ഉപദേശവും എന്താണെന്ന് പറഞ്ഞാലും. മാല്യവാൻ: ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തന്നെയാണ് ഞാനിപ്പോൾ രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് ആഗതനായത്. ശ്രീരാമലക്ഷ്മണന്മാർക്ക് വേണ്ടി സൂര്യപുത്രൻ സുഗ്രീവനും വായുതനയൻ ഹനുമാനും നയിക്കുന്ന വൻ വാനര സൈന്യം ലങ്കയിലെത്തിയ വിവരം ഞെട്ടലോടെയാണ് ഞാൻ ശ്രവിച്ചത്. ഹൃദയഭേദകമായ വിവരമാണിത്. വാനരപ്പട കടൽ മുറിച്ചു കടന്നാണ് വന്നിരിക്കുന്നത്. അതിന് വരുണൻ്റെ സഹായമുണ്ടായിരുന്നു എന്നും ഞാൻ അറിഞ്ഞിരുന്നു. ഇതേവരെ രാവണനെ ഭയന്നു കഴിഞ്ഞിരുന്ന വരുണൻ ഇപ്പോൾ ശ്രീരാമനെ സഹായിക്കുന്നു എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നേരത്തെ തന്നെ അവർ ഒരു ചെറിയ യുദ്ധം നടത്തി വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. 10,000 രാക്ഷസവീരന്മാരെയും ഖരദൂഷണാദികളെയുമെല്ലാം ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്കാണ് കാലപുരിയിലേക്ക് അയച്ചത്. കഴിഞ്ഞ ദിവസം ശ്രീരാമചന്ദ്രൻ്റെ ദൂതൻ ഹനുമാൻ കടൽ ചാടിക്കടന്ന് ഇവിടെ എത്തി ലങ്കാനഗരി ആകെ ചുട്ടരിച്ചിരിക്കുന്നു. അനേകം രാക്ഷസരെയും ഹനുമാൻ വകവരുത്തി. കടലിൽ ചിറകെട്ടി ലങ്കയിലേക്കെത്താനും അവർക്ക് അധിക നാളുകളൊന്നും വേണ്ടി വന്നില്ല. ഇതാ ഇപ്പോൾ വൻ വാനരപ്പട കൺമുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ രാക്ഷസരാജാവേ, ഞാൻ നേരത്തെ തന്നെ ലങ്കാധിപനോട് പറഞ്ഞതാണല്ലോ സീതാദേവിയെ മോചിപ്പിക്കണമെന്ന്. എൻ്റെ നിലപാടിൽ നിന്നും ഞാൻ ഒട്ടും പിന്നാക്കം പോയിട്ടില്ല. ധർമ്മനീതികൾക്കനുസൃതമായി തന്നെ ആയിരിക്കണം ഒരു രാജാവ് പ്രവർത്തിക്കേണ്ടത്. ശ്രീരാമനെ തന്ത്രപൂർവം അകറ്റിയ ശേഷം സീതാദേവിയെ കടത്തിക്കൊണ്ടുവന്ന നടപടിയോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇനിയെങ്കിലും സീതാദേവിയെ ശ്രീരാമസന്നിധിയിൽ എത്തിച്ചു മാപ്പ് പറയണം. ആശ്രയിക്കുന്നവരെ സാക്ഷാൽ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് രാവണ, നീ ഉടനെ സീതാദേവിയെ ശ്രീരാമസന്നിധിയിൽ എത്തിക്കണം. ഞാനിപ്പോൾ രാവണ എന്നും നീ എന്നുമെല്ലാം സംബോധന ചെയ്തത് നിന്റെ മാതാമഹൻ എന്ന സ്വാതന്ത്ര്യം എടുത്തുപയോഗിച്ചുകൊണ്ടാണെന്നറിയുക. നിന്റെ മാതാമഹൻ എന്ന നിലയിലും ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ്. നന്മയാണ് കാക്ഷിക്കുന്നതെങ്കിലും ഒരു കുലം തന്നെ നാമാവശേഷമായി തീരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും എൻ്റെ വാക്കുകൾ നീ അനുസരിക്കണം. നിന്റെ നന്മയെ ഉദ്ദേശിച്ചു മാത്രമാണ് ഞാനിത് പറയുന്നതെന്നും ധരിച്ചുകൊള്ളുക. ഇത് പറഞ്ഞ്
ഒരു ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ട് മാല്യവാൻ തുടർന്നു. അല്ലയോ ലങ്കാധിപതേ, അങ്ങ് സീതാദേവിയെ കടത്തിക്കൊണ്ടുവന്നതിനു ശേഷം ഇവിടെ എന്തൊക്കെ ദുർനിമിത്തങ്ങളാണ് കാണുന്നതെന്നും നാശങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദുർനിമിത്തങ്ങളെ നാം നിസ്സാരമായി തള്ളിക്കളയരുത്. ദുർനിമിത്തങ്ങൾ നാശഹേതുക്കളാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ ലങ്കാരാജാവിനും അത് കാണുവാനാകും. ദിവസങ്ങളായി ഘോര ശബ്ദത്തിൽ തുടർച്ചയായി ഇടിവെട്ടുന്നത് ലങ്കാധിപതി ശ്രദ്ധിക്കുന്നില്ലേ? ദേവപ്രതിമകൾ ഇളകിയാടുകയും വിയർക്കുകയും ചെയ്യുന്നു. കാളീദേവി കോർത്തു നീണ്ട ദംഷ്ട്രകൾ പുറത്തുകാട്ടി ഭയമുളവാക്കും വിധം അലറി ചിരിച്ചുകൊണ്ട് നിരന്തരം എല്ലായിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പശുക്കളിൽ നിന്നും ഖരങ്ങൾ പിറക്കുന്നു. മൂഷികൻ പൂച്ചയെയും നകുലത്തെയും പോരിനു വിളിക്കുന്നു. അവർ തമ്മിൽ പോരടിക്കുന്നു. അങ്ങനെ അസാധാരണങ്ങളായ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെ കീഴ്മേൽ മറിയുന്ന പ്രതീതി. പന്നകജാലം ഗരുഡനോട് എതിർക്കുന്നു. തലമുണ്ടനം ചെയ്തവനും മഞ്ഞ കലർന്ന കറുപ്പ് നിറത്തോടു കൂടിയവനുമായ കാലൻ ഇവിടെങ്ങും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതും വലിയ ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സീതയെ രാമപാദങ്ങളിൽ സമർപ്പിച്ച് വന്ദിക്കുക. ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുദേവനാകുന്നു. വിദ്വേഷമെല്ലാം ത്യജിച്ച് പരമാത്മാവിനെ അനുഭവിക്കുക. ശ്രീരാമപാദമാകുന്ന പോതം കൊണ്ടാണ് യോഗികൾ സംസാരസമുദ്രം തരണം ചെയ്യുന്നത്. ഈ സത്യം ഉൾക്കൊള്ളാതിരിക്കരുത്. ഇത് പറഞ്ഞ് രാവണന്റെ മുഖത്തേക്ക് നോക്കിയ മാല്യവാൻ കണ്ടത് കോപത്താൽ തുടുത്ത മുഖഭാവത്തോടെ ഇരിക്കുന്ന രാവണനെയാണ്. താൻ ഇത്രയേറെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയും ഉപദേശിച്ചിട്ടും അത് ദശാനനൻ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ട മാല്യവാന് രാവണനോട് നീരസം തോന്നാതിരുന്നില്ല. അതിൽ തന്നെ തുടർന്നുള്ള വാക്കുകൾ അല്പം പരുഷമായുള്ളതായിരുന്നു. മാല്യവാൻ പറഞ്ഞു, നിന്റെ മാതാമഹനായ ഞാൻ പറയുന്നു, രാവണ, നീ വിവേകപൂർവമായി ചിന്തിക്കുക. ജ്ഞാനികൾ ഭക്തിയിലൂടെ മുക്തി പ്രാപിക്കുന്നു. ദുഷ്ടനായ നിനക്കും ഭക്തിയിലൂടെ വിശുദ്ധനാവാനാകുമെന്നറിയുക. നിനക്ക് ശ്രീരാമഭക്തിയിലൂടെ വിശുദ്ധനായി മാറുവാൻ ഇനിയും സമയമുണ്ട്. നിനക്കുള്ള ഏക രക്ഷാമാർഗവും അതുമാത്രമാണെന്ന് ഉറപ്പിച്ചുകൊള്ളുക. അല്പം കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞവസാനിപ്പിച്ച മാല്യവാൻ സ്വസ്ഥാനത്തേക്ക് ഉപവിഷ്ടനാവാൻ തുടങ്ങവേ രാവണൻ പറഞ്ഞു, കൊള്ളാം കൊള്ളാം, എൻ്റെ മാതാമഹനും ഇപ്പോൾ എൻ്റെ അനുജനോടൊപ്പം കൂടിയിരിക്കുകയാണെന്ന് വേണം കരുതാൻ. എനിക്ക് സഹിക്കുവാനാവാത്ത വാക്കുകളാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറും മനുഷ്യനായ ഒരു ഹീനനായേ ഞാൻ രാമനെ കാണുന്നുള്ളൂ. കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന സാമർഥ്യമാണ് രാമനുള്ളത്. ആ രാമനെ പുകഴ്ത്തുന്ന അങ്ങ് രാമൻ നിയോഗിച്ചതനുസരിച്ചാണ് ഇവിടെ വന്ന് നമ്മോട് സംസാരിച്ചതെന്ന് വേണം കരുതുവാൻ. ചതുരുപായങ്ങളിൽ ഒന്നാമത്തേതായ ശത്രുവിനെ നല്ല വാക്കു പറഞ്ഞ് സ്വാധീനിക്കുക എന്ന ഉപായം ശ്രീരാമൻ അങ്ങയിലൂടെ പ്രയോഗിക്കുന്നതാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് കോപം മടക്കി അവജ്ഞയുടെയും പരിഹാസത്തിൻ്റെയും സ്വരത്തിൽ പറഞ്ഞു, ശരി ശരി മാതാമഹ, അവിടുന്ന് സ്ഥലം വിട്ടാലും ആവശ്യമുണ്ടെങ്കിൽ നാം ആളെ അയച്ചു വിളിപ്പിക്കാം. നേരത്തെ പോയാലും ഉടനെ പോയാൽ ഈ വിധം പോകാം. തുടർന്ന് ആത്മഗതമെന്നോണം പറഞ്ഞു, വയസ്സുകാലത്ത് മനോഹര ഉപദേശങ്ങളുമായി എത്തിയിരിക്കുകയാണ്. തുടർന്ന് രാവണൻ കോപത്തോടെ എഴുന്നേറ്റ് കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു. മറ്റുള്ളവർ പിന്നാലെയും. രാവണൻ്റെ വാക്കുകളും അംഗവിക്ഷേപങ്ങളുമെല്ലാം കണ്ട് സഹതാപത്തോടെ നോക്കിക്കൊണ്ട് മാല്യവാനും അവിടെ ഇരിക്കാതെ പുറത്തേക്ക് നടന്നു. രാവണന് പിന്നാലെ നടക്കവേ രാവണൻ്റെ മന്ത്രിമാരിൽ മുഖ്യൻ പ്രഹസ്തൻ രാവണപ്രീതി ലക്ഷ്യമിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, മാല്യവാൻ അങ്ങയുടെ മാതാമഹനാണെന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംഭാഷണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങയുടെ വീരകൃത്യങ്ങളും അങ്ങ് നേടിയിട്ടുള്ള ശക്തികളുമെല്ലാം അദ്ദേഹം സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ടുള്ളതായിരുന്നു സംഭാഷണ രീതി. ശത്രുക്കൾ സേതുബന്ധനം നടത്തി ലങ്കയിലെത്തിയെന്നതുകൊണ്ട് നാം എന്തിനു ഭയപ്പെടണം? നമ്മുടെ നാശമാണ് കാണുന്നതെന്ന ഭാഷ്യം വിചിത്രമാണ്. യാഥാർത്ഥ്യം നേരെ മറിച്ചാണെന്നതിൽ സംശയം വേണ്ട. അവരെ നേരിട്ട് പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനും നമുക്ക് സാധിക്കും. ഇനി വേണ്ടത് സീതയെ മോചിപ്പിക്കലല്ല, മറിച്ച് യുദ്ധമാണ്. ഇനി സീതയെ മോചിപ്പിക്കുന്ന പക്ഷം അത് നമുക്ക് വലിയ ക്ഷീണമായിരിക്കും വരുത്തിവെക്കുക. മാത്രമല്ല ദേവന്മാരടക്കമുള്ളവർ നമ്മെ വല്ലാതെ പരിഹസിക്കുകയും ചെയ്യും. യുദ്ധം ഒഴിവാക്കാനായി സന്ധി സംഭാഷണത്തിന് തയ്യാറാകുന്ന പക്ഷം അതിനെ വിഭീഷണൻ ശക്തിയുക്തം എതിർക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നു മാത്രം, യുദ്ധം ചെയ്ത് ശത്രുക്കളെ നശിപ്പിക്കുക. അല്ലയോ ലങ്കാധിപതേ, അവിടെ നിന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന പക്ഷം അരക്ഷണത്തിനുള്ളിൽ ശത്രുക്കളെ വകവരുത്തിയ ശേഷം മടങ്ങിയെത്താം. അങ്ങ് കൽപ്പിച്ചാലും. പ്രഹസ്തൻ്റെ വാക്കുകൾ തനിക്ക് ഏറെ ഇഷ്ടമായി എന്ന് രാവണൻ്റെ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പ്രഹസ്തനെ ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്തോ തീരുമാനമെടുത്ത മട്ടിൽ രാവണൻ നടന്നു. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ സുബേല മലയുടെ മുകളിൽ പരിവാരങ്ങളോടൊപ്പം നിന്ന് നാലുപാടും വീക്ഷിക്കുകയായിരുന്നു. അങ്ങകലെ ലങ്കാപുരി വിഷയീഭവിച്ചപ്പോൾ ഭൂലോകനാഥൻ അത്ഭുതമാണ് പ്രകടിപ്പിച്ചത്. എത്ര മനോഹരമായി പണിതുയർത്തിയിരിക്കുന്ന നഗരം! ലങ്കാപുരിയുടെ മനോഹാരിതയും സമൃദ്ധിയും അസാധാരണം തന്നെയാണ്. തീർത്തും സ്വർഗലോകത്തിന് സമാനം. ഈ വേളയിൽ ലങ്കാപുരിയുടെ മധ്യഭാഗത്തായുള്ള ശോഭയാർന്ന മണിമന്ദിരത്തിലെ ഗോപുരത്തിൽ നിന്ന് രാവണാദികൾ വാനര സൈന്യത്തെ വീക്ഷിക്കുകയായിരുന്നു. ദേവസ്ത്രീകൾ ഉൾപ്പെടെ പരസഹസ്രം സുന്ദരിമാരുടെ അകമ്പടിയോടെയായിരുന്നു രാക്ഷസരാജാവിൻ്റെ നിൽപ്പ്. രാവണൻ്റെ സേനാനായകരും മന്ത്രിമാരുമെല്ലാം ഒപ്പമുണ്ടായിരുന്നു. വാനരപ്പടയിലെ പ്രധാനിമാരെ മന്ത്രിമാർ രാവണന് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സുബേലാമലയുടെ ശൃംഗത്തിൽ നിന്ന് ലങ്കയിലേക്ക് ദൃഷ്ടികൾ പായിച്ചു നിൽക്കുന്ന ശ്രീരാമനെ രാവണൻ കണ്ടത്. അതോടെ രാക്ഷസരാജാവിൻ്റെ മട്ടുമാറി. കോപം കൊണ്ട് മുഖം ചുവന്നു, കണ്ണുകൾ കലങ്ങി, ക്രോധം പൂണ്ട് അലറി. സുബേല പർവ്വത ശിഖരത്തിൽ നിന്ന് രാക്ഷസ സൈന്യത്തെ വീക്ഷിക്കുകയായിരുന്ന ശ്രീരാമന് ലങ്കയിലെ വിവരങ്ങൾ വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. രാവണസേനയിലെ പ്രധാനിമാരെയും പടത്തലവന്മാരെയും രാക്ഷസരാജാവിൻ്റെ മന്ത്രിമാരെയുമെല്ലാം വിഭീഷണൻ ശ്രീരാമചന്ദ്രന് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. സേനാനായകന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ലങ്കാപുരിയുടെ മധ്യഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന മണിമാളികയ്ക്ക് മുകളിൽ തങ്കഗോപുരത്തിൽ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുകയായിരുന്ന രാവണനെ വിഭീഷണൻ കണ്ടു. രാവണനെ കണ്ടതോടെ വിഭീഷണൻ്റെ സ്വരം ഉച്ചത്തിലായി. അതാ ദശാനനൻ എന്ന് വിളിച്ചു പറഞ്ഞു. കോപവും ഭയവും കലർന്ന സ്വരത്തിലുള്ള വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമനും ഒപ്പമുണ്ടായിരുന്നവരും പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നോക്കി. വിഭീഷണൻ ചൂണ്ടിക്കാട്ടിയ ഭാഗത്ത് ഗോപുരമുകളിലായി ദശവദനൻ നിൽക്കുന്നു. പരിവാരസമേതനായി സുന്ദരിമാരായ സ്ത്രീകളുടെ തോളിൽ കൈയിട്ട് ഒരു വിടനെപ്പോലെ പല്ലുകൾ പുറത്തുകാട്ടി ചിരിച്ചുകൊണ്ടും മീശ പിരിച്ചുകൊണ്ടും നിൽക്കുകയായിരുന്ന രാവണനെ കണ്ടതോടെ സൂര്യപുത്രൻ സുഗ്രീവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. കോപത്താൽ സ്വയം മറന്ന വാനര രാജാവ് ആരോടും ഒന്നും മിണ്ടാതെ കുതിച്ചൊരു ചാട്ടം. ശ്രീരാമനും ലക്ഷ്മണനും ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെല്ലാം ഉത്കണ്ഠാകുലരായി നോക്കി നിൽക്കെ നിമിഷാർത്ഥം കൊണ്ട് സുഗ്രീവൻ രാവണൻ്റെ ചാരത്തെത്തി. ചാടിയെത്തിയ ഉടനെ തന്നെ രാവണൻ്റെ തല പിടിച്ച് താഴേക്ക് താഴ്ത്തി മുഷ്ടികൾ ചുരുട്ടി കഴുത്തിനു പിന്നിലായി ഊക്കോടെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ രാവണൻ്റെ കനകനിർമ്മിതമായ കിരീടം രണ്ടായി പിളർന്ന് ദൂരേക്ക് തെറിച്ചു. രാവണന് ചുറ്റിലുമായി നിന്ന് വിലാസനൃത്തം ചവിട്ടിയിരുന്ന സുന്ദരിമാർ ഭയന്നു നിലവിളിച്ചുകൊണ്ട് നാലുപാടേക്കും ചിതറി ഓടി. ഇടിയുടെ ശക്തിയിൽ രാവണൻ കണ്ണും തലയും കറങ്ങി നിൽക്കവേ സുഗ്രീവൻ രാക്ഷസരാജാവിനെ തൂക്കി തോളിലിട്ട് ഗോപുരത്തിൻ്റെ മേൽക്കൂരയിലേക്ക് ചാടിക്കയറി. അവിടെ നിന്ന് ഇരുവരും തമ്മിൽ മല്ലയുദ്ധം തുടങ്ങി. വളരെ പൊക്കമുള്ള ഗോപുരത്തിനു മുകളിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആർക്കും എത്തിപ്പെടാനാവില്ല എന്നറിയാമായിരുന്ന സുഗ്രീവൻ രാവണനെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പ്രതീതിയായിരുന്നു അവിടെ സംജാതമായത്. ഇരുവരുടെയും താടന ശബ്ദങ്ങൾക്ക് ഇടിവെട്ടുന്ന ശബ്ദമായിരുന്നു. ഇടയ്ക്കിടെയുള്ള ഇരുവരുടെയും അലർച്ചകൾ യോജനകൾക്കപ്പുറത്തേക്ക് കേൾക്കുമായിരുന്നു. ഒരാൾ മറ്റൊരാളെ വലിച്ചു താഴത്തിട്ട് ചവിട്ടുമ്പോൾ രാവണൻ യന്ത്രം പോലെ ഉയർന്നു വന്ന് അതിന് മറുപടി നൽകും. മുഷ്ടിയുദ്ധം ഏറെ നേരം നീണ്ടുനിന്നതോടെ ഇരുവരും ക്ഷീണിച്ചു. ഇതിനിടെ ഇരുവരും രാവണൻ്റെ കൊട്ടാരത്തിനു മുന്നിലെ താഴ്ചയേറിയ കിടങ്ങിലേക്ക് വീണു. സുഗ്രീവൻ വാനരസഹജമായ കഴിവോടെ ചാടി മുകളിലേക്ക് വന്നപ്പോൾ രാവണന് പുറത്തു വരാൻ സാധിക്കാതെ കുഴങ്ങി. മല്ലയുദ്ധത്തിൽ എതിരാളിയോട് കാട്ടേണ്ട മര്യാദ പ്രകാരം സുഗ്രീവൻ രാവണനെ കിടങ്ങിൽ നിന്നും മുകളിലെത്താൻ സഹായിച്ചു. ആശ്വസിച്ച രാവണൻ സുഗ്രീവന് നന്ദി പറഞ്ഞു. യുദ്ധം വീണ്ടും തുടർന്നു. ഇരുവരുടെയും ശരീരങ്ങൾ നിണത്താൽ മൂടി. രാവണ സുഗ്രീവ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ
രാവണ കൊട്ടാരത്തിലേക്ക് ചാടിയ സുഗ്രീവൻ മടങ്ങിയെത്താൻ വൈകുന്നതിൽ ശ്രീരാമൻ ഉൾപ്പെടെ എല്ലാവരും ആശങ്ക പൂണ്ടു. ആകാംക്ഷയോടെ അവർ സുഗ്രീവൻ ചാടിപ്പോയ ഭാഗത്തേക്ക് മിഴിനട്ട് കാത്തിരുന്നു. ദുഃഖവും ജിജ്ഞാസയും സംഭ്രമവും ആകാംക്ഷയും കോപവും വ്യാകുലതയും എല്ലാം അടങ്ങുന്ന സമ്മിശ്രഭാവമായിരുന്നു ഓരോരോ മുഖങ്ങളിലും നിഴലിട്ടു നിന്നിരുന്നത്. ഉദ്വേഗപൂർണമായ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ അതാ വരുന്നു സുഗ്രീവൻ. വേഗദർശിയാണ് സുഗ്രീവൻ്റെ വരവ് ആദ്യമായി കണ്ടത്. അതാ സുഗ്രീവരാജാവ് വരുന്നു, സൂര്യപുത്രൻ അതാ വരുന്നു എന്നിങ്ങനെയുള്ള വേഗദർശിയുടെ വാക്കുകൾ ഏവരിലും ആശ്വാസത്തിൻ്റെ കുളിർ പരത്തി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാനരരാജാവ് ശ്രീരാമചന്ദ്രന് മുന്നിലെത്തി തൊഴുതു നിന്നു. രാവണൻ തൻ്റെ തലമുടിയിൽ ചാർത്തിയിരുന്ന വിശിഷ്ടരത്നങ്ങളും മുത്തുകളുമെല്ലാം വലിച്ചു പറിച്ചെടുത്ത് കയ്യിൽ കൊണ്ടുവന്ന സുഗ്രീവൻ അതൊക്കെ ശ്രീരാമപാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചു. ഒരു ഘോരയുദ്ധം കഴിഞ്ഞതിൻ്റെ ക്ഷീണവും പാടുകളുമെല്ലാം ശരീരത്തിൽ കാണാനുണ്ടായിരുന്നു എങ്കിലും തികഞ്ഞ പ്രസന്നതയോടെയായിരുന്നു സുഗ്രീവനെ കാണാനായത്. വാനര രാജാവിൻ്റെ സ്വതസിദ്ധമായ ചുറുചുറുക്കിനും ചൊടിക്കും ഒന്നും യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. വായുപുത്രൻ ഹനുമാൻ കലങ്ങിയ കണ്ണുകളോടെ വന്ന് വാനര രാജാവിനെ അഭിവാദ്യം ചെയ്തു നിന്നു. ശ്രീരാമന് മുന്നിൽ മുട്ടുകുത്തി കുമ്പിട്ടു നിന്ന സുഗ്രീവനെ ദശരഥനന്ദനൻ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു: വാനര രാജാവേ, പ്രിയമിത്രമേ, മായാജാലവും കുതന്ത്രങ്ങളും കൈമുതലായി സൂക്ഷിക്കുന്നവരുടെ മധ്യത്തിലേക്ക് നീ ഒറ്റയ്ക്ക് ചാടിപ്പോയപ്പോൾ നാം അല്പം ആശങ്കാകുലനാവാതിരുന്നില്ല. എന്നിരുന്നാലും സൂര്യപുത്രന് ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. നമ്മോടുള്ള അതിരുകടന്ന സ്നേഹത്താലാണ് നീ സ്വയം മറന്ന് ഈ വിധം പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. സാരമില്ല, ഇനി കുറച്ചു സമയം നീ പോയി വിശ്രമിക്കുക. സുഗ്രീവൻ: കൽപ്പന പോലെ ദേവ. അവിടുന്ന് ഉര ചെയ്തതുപോലെ അങ്ങയെ ഇത്ര കണ്ട് വേദനിപ്പിക്കുകയും സീതാദേവിയെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത രാവണനെ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ സ്വയം മറന്നുപോയി. അങ്ങയോട് അനുവാദം ചോദിക്കാൻ പോലും മറന്നാണ് ഞാൻ രാവണനടുത്തേക്ക് ചാടിപ്പോയത്. ഘോരയുദ്ധത്തിൽ ഞാൻ രാവണനെ കൊല്ലേണ്ടതായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഇത് കേട്ടുനിന്ന വിഭീഷണൻ സംഭാഷണത്തിൽ ഇടപെട്ടു. പതിഞ്ഞ സ്വരത്തിൽ വിഭീഷണൻ പറഞ്ഞു: സാരമില്ല, രാവണന് കനത്ത ശിക്ഷ കൊടുത്തിട്ടു തന്നെയാണ് നീ മടങ്ങി വന്നിരിക്കുന്നത്. നീ കൊടുത്ത താടനങ്ങളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവണൻ തൻ്റെ കുടുമയിൽ അണിയാറുള്ള വിശിഷ്ടരത്നങ്ങളൊക്കെയും നീ പറിച്ചെടുത്തു കൊണ്ടുവന്നിരിക്കുകയല്ലേ? മരണത്തേക്കാൾ കടുത്ത ശിക്ഷയല്ലേ അത്? ഇതിൽ പരം വലിയ നാണക്കേട് സംഭവിക്കാനുണ്ടോ? വധിക്കപ്പെട്ടതിന് സമാനമല്ലേ ഇത്? അക്കാര്യത്തിൽ ജ്യേഷ്ഠ സഹോദരൻ ബാലി തൻ്റെ വാലിൽ ചുരുട്ടിക്കെട്ടി കടലായ കടലുകളിലൊക്കെയും മുക്കിയെടുത്തതിനേക്കാൾ നാണക്കേടാണ് അനുജൻ സുഗ്രീവൻ രാവണന് വരുത്തി വച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. വിഭീഷണൻ്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും പ്രതികരണം. കലങ്ങിയ കണ്ണുകളോടെ ഹനുമാൻ ഓടിവന്ന് സുഗ്രീവനെ ആലിംഗനം ചെയ്തു. അംഗദനും പിതൃവ്യൻ്റെ കൈപിടിച്ചു മുത്തി. സുഗ്രീവൻ തിരിച്ചുപോയ ഉടൻ തന്നെ രാവണൻ തൻ്റെ സ്വകാര്യ മുറിയിൽ കയറി. മന്ത്രിമാരും സേനാതലവന്മാരുമെല്ലാം ആലോചനാമുറിയിലേക്കും മടങ്ങി. സുഗ്രീവനുമായുള്ള മല്ലയുദ്ധത്തിനു ശേഷം ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെയാണ് രാവണൻ മുറിക്കുള്ളിൽ കടന്ന് കഥ കടച്ചത്. രാവണൻ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. ദുഃഖത്തേക്കാൾ ലജ്ജയും അഭിമാനക്ഷതവുമാണ് ലങ്കേശനെ വേട്ടയാടിയത്. സുഗ്രീവന് മുന്നിൽ താൻ തോറ്റതിനു സമാനമായാണ് സംഭവങ്ങൾ പര്യവസാനിച്ചിരിക്കുന്നത്. തൻ്റെ മുടിയിൽ ചൂടിയിരുന്ന രത്നങ്ങൾ പറിച്ചെടുത്തു കൊണ്ടുപോവുക എന്നാൽ അത് തൻ്റെ തല തന്നെ പറിച്ചെടുത്തു കൊണ്ടുപോകുന്നതിന് തുല്യമാണെന്ന തിരിച്ചറിവാണ് രാവണനെ ഏറ്റവും കൂടുതൽ അലട്ടിയത്. തനിക്ക് നേരിട്ട ഈ അപമാനം ഇതിനകം തന്നെ ദേവലോകത്തറിഞ്ഞിരിക്കും. ദേവന്മാരെല്ലാം കൂടിച്ചേർന്ന് തങ്ങളുടെ ശത്രുവിൻ്റെ പരാജയം ആഘോഷിക്കുകയായിരിക്കും. രാവണൻ ശയ്യയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഇടയ്ക്കിടെ ചാടി എഴുന്നേറ്റ് ഉലാത്തും. ചിലപ്പോൾ എണീറ്റിരിക്കും, ചിലപ്പോഴൊക്കെ സ്വയം ശപിക്കും. ഇടയ്ക്കിടെ ശ്രീരാമനെയും സുഗ്രീവനെയും വകവരുത്തുമെന്ന ഉച്ചത്തിൽ ആക്രോശിക്കും. നേരം പുലരാറായിട്ടും നിദ്രാദേവി രാവണനെ അനുഗ്രഹിച്ചില്ല. ഏതാണ്ട് നേരം പുലരാറായപ്പോൾ രാവണൻ്റെ ചാരനായ ശാർദൂലൻ അവിടെ എത്തി. കാവൽക്കാരോട് രാവണനെ നേരിട്ട് കാണാൻ അനുമതി വേണമെന്നറിയിച്ചു. കാവൽക്കാർ വിവരം രാവണനെ അറിയിക്കുകയും രാവണൻ്റെ അനുമതിയോടെ ശാർദൂലനെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്തു.
ശ്രീരാമൻ്റെ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ച് അറിയിക്കുവാനായാണ് ശാർദൂലൻ അടിയന്തിരമായി എത്തിയത്. അത് മനസ്സിലാക്കിയ രാവണൻ ശാർദൂലനോട് എല്ലാ വിവരങ്ങളും വിശദമായി വിവരിക്കാൻ നിർദ്ദേശിച്ചു. ശാർദൂലൻ: കൽപ്പന പോലെ മഹാരാജൻ, അടിയൻ സംഭരിച്ച എല്ലാ വിവരങ്ങളും ഉണർത്തിക്കാം. അല്ലയോ മഹാരാജൻ, ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും നേതൃത്വത്തിലുള്ള വൻ വാനരപ്പട ലങ്കാപുരി വളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആക്രമണത്തിനുള്ള ആജ്ഞ കാത്ത് അവർ ആവേശത്തോടെ നിൽക്കുന്നു. പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്തായി ഹനുമാന്റെയും സുഗ്രീവൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യമാണ് നിരന്നിട്ടുള്ളത്. തെക്കേ വാതിലിൽ നിരന്നിട്ടുള്ള വാനരവീരന്മാരെ നയിക്കുന്നത് ബാലിപുത്രനായ അംഗദനാണ്. കിഴക്കേ ഗോപുരത്തിന് പുറത്ത് നീലൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഉത്തരവിനായി കാത്തു നിൽക്കുന്നു. ഒന്ന് നിർത്തിയ ശേഷം ശാർദൂലൻ തുടർന്നു: അല്ലയോ പൗലസ്ത്യ രാജാവേ, വടക്കുഭാഗത്തെ ഗോപുരത്തിന് പുറത്താണ് ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും വൻപടയോടെ നിൽക്കുന്നത്. ഏതു നിമിഷവും യുദ്ധം ആരംഭിക്കാമെന്നും എല്ലാവരും ജാഗ്രതയോടെ ഉത്തരവിനായി കാത്തിരിക്കണമെന്നുമാണ് സുഗ്രീവനും ഹനുമാനും പടയാളികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവണനെ മാത്രമല്ല, രാക്ഷസകുലത്തെ ആകെ നശിപ്പിക്കണം എന്നതായിരിക്കണം ലക്ഷ്യമെന്നും അംഗദൻ ആവർത്തിച്ചു ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് ശ്രീരാമനും ലക്ഷ്മണനും നൽകിയിരിക്കുന്നത്. എല്ലാവരും വലിയ വീറിലും വാശിയിലുമാണ്. ഏതു നിമിഷവും യുദ്ധത്തിനുള്ള ഉത്തരവുണ്ടാകാം. നാം അതനുസരിച്ച് സജ്ജമായിരിക്കണം.